അപ്പോൾ നമ്മൾക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ഇതിലെത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും സമൃദ്ധി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണെന്ന് മനസ്സിലാക്കിയുകൊണ്ട് ഇതിൽ വളരെ സജീവമായിട്ട് ഒരു പ്ലോട്ടിൽ ഞാൻ ഒന്നിച്ചൊരു 15 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ EMI സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോട്ടേജിൽ ഒരു ഷെയർ വൈഫിൻ്റെ പേരിൽ എൻ്റെ പേരിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷവാനാണ്. ഇനി നമ്മുടെ ലീഡർ ഗ്രേറ്റ് ലീഡർ ഇവിടെ ഉണ്ടാകുമ്പോൾ എനിക്ക് കൂടുതൽ പറയാനില്ല. നിങ്ങൾക്ക് പ്രസക്തമായ ചോദ്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം. പല ആൾക്കാർക്കും പല സംശയങ്ങളുണ്ടാകും. അപ്പോൾ സംശയങ്ങൾ ദൂരീകരിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ പല ആൾക്കാരും സംശയങ്ങൾ വെച്ചിട്ട് മറ്റുള്ള അറിയാത്ത ആൾക്കാരോട് പോയി ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട അറിയുന്നവരോട് ചോദിച്ചാലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും പലരോടും ചെന്ന് ചോദിക്കുമ്പോൾ അത് ആനനെ കാണാൻ പോയ പോലെ മറുപടിയാണ് കിട്ടുക. കാരണം അവർ കണ്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ പല സ്കാമുകളും കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും നടന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ ഇന്ന് ഇദ്ദേഹത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നോ അറിയാവുന്നവരോട് ചോദിച്ചു വേണം. സാർ ഒന്ന് ജസ്റ്റ് ശരിയാക്കുക. ഓക്കെ, യെസ്, താങ്ക് യു. അപ്പോൾ ജസ്പൈഡ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് 25 വർഷമായി ബിസിനസ് മേഖലയിൽ അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ഇന്നേ വരെ യാതൊരു കറപ്ഷനും ഇല്ലാതെ സ്കാമും ഇല്ലാതെ ഒരു പെറ്റി കേസ് പോലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും ഇല്ലാത്ത നിലയിൽ വളർന്നു വന്നിട്ടുള്ള ഒരു കമ്പനിയുടെ 5ാമത്തെ കമ്പനിയാണ് ഇത്, ഈ ജസ്പൈഡ് റിയൽ എസ്റ്റേറ്റ് ആൻഡ് സിൽവർ ലീഫ് ബിൽഡേഴ്സ് എന്നുള്ളത്. നിങ്ങൾ ഏകദേശം എന്തായാലും വന്നിട്ട് നിങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധാരണ പറയുമ്പോൾ പോലെ കണ്ടറിയുക, തൊട്ടറിയുക, അതിനുശേഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും. ഇവിടെ ഒട്ടേറെ പ്രസ്ഥാനങ്ങളുണ്ട്, കാണാതെ ചെയ്യുന്നതും കണ്ടറിയുന്നതും ഒക്കെ. അപ്പോൾ ഇതിനെ ജസ്പൈഡിനെ സംബന്ധിച്ച് ഇത് 1400 ഏക്കർ പ്രൊജക്റ്റാണ് വച്ചിട്ടുള്ളത്. 1400 ഏക്കർ സ്ഥലം 5 സെൻറ്റ് വച്ച് തിരിച്ചുകൊണ്ട് 28,000 പ്ലോട്ട്. അങ്ങനെ 2030 ലോകത്ത് തന്നെ നമ്പർ 1 കമ്പനിയായി 28,000 കോടീശ്വരന്മാരെ സൃഷ്ടിക്കുക എന്നുള്ള ഒരു വിഷനോട് കൂടിയിട്ടാണ് കമ്പനി മുന്നോട്ട് പോകുന്നത്. ഓരോ 2 ഏക്കറിലും 40 പ്ലോട്ട് വെച്ച്, 5 സെൻറ്റിൻ്റെ 40 പ്ലോട്ട് വെച്ച് എല്ലാ പ്ലോട്ടിലേക്കും 10 അടി വഴി വെള്ളം, കറണ്ട് സൗകര്യങ്ങൾ ഉൾപ്പെടെ ചെയ്തുകൊണ്ട് ആണ് 1400 ഏക്കറിനെ 5 സെൻറ്റ് വെച്ച് തിരിച്ച് 28,000 പ്ലോട്ടാക്കുന്നത്. ഈ 28,000 പ്ലോട്ടിൽ 5 സെൻറ്റിൽ 20 ചന്ദന മരങ്ങൾ വച്ച് പിടിപ്പിച്ച് പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു വലിയ പദ്ധതിയാണ്. ഇപ്പോൾ നിങ്ങളിവിടെ വന്ന് കണ്ടിട്ടുണ്ടാകും, ഒരു വർഷവും ഒരു ഏകദേശം 5 മാസവുമായിട്ടുള്ള തൈകളാണ് നിൽക്കുക. പഴയ കാലങ്ങളിൽ ഒരു സ്വാഭാവിക വളർച്ചയാണെങ്കിൽ ശരിക്കും ഒരു 40 വർഷം 50 വർഷമൊക്കെയാണ് പറയുക. ഇപ്പോൾ ലോകം മാറി, ടെക്നോളജി മാറി. കാരണം കൃഷിരീതികളെല്ലാം ഒരു ജൈവ കൃഷിരീതി സമ്പ്രദായത്തിലേക്ക് ടെക്നോളജി ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാം മാറി. അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ പ്ലാവ് വെക്കുമ്പോൾ വർഷങ്ങൾ എടുക്കണമായിരുന്നു ചക്ക കഴിക്കണമെങ്കിൽ. ഇപ്പോൾ നോക്കുക, 3 മാസത്തിനുള്ളിലൊക്കെ ഒരു പ്ലാവിൽ ചക്ക കായ്ക്കുന്ന ഒരു രീതിയിലേക്ക് ലോകം കൃഷിരീതിയെ മാറ്റിമറിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയും മരങ്ങളെക്കുറിച്ച് പഠിക്കുന്ന IWST, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് ആൻഡ് സയൻസ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്ന് 2.5 വർഷക്കാലം പഠനം നടത്തിയിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇന്നലെ പറഞ്ഞ് ഇന്ന് രാവിലെ തുടങ്ങിയിട്ടുള്ളതല്ല. 2.5 വർഷക്കാലം അവരുമായി ചേർന്ന് പഠിച്ച് കൃത്യമായിട്ട് ഈ ചന്ദന പ്ലാന്റേഷൻ എവിടെയാണ് വെക്കേണ്ടത്, എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകുക എന്ന് പഠിച്ചപ്പോൾ കേരളത്തിൽ 3 ജില്ലകളാണ് അവർ പറയുക. ഒന്ന് ഇടുക്കി, പത്തനംതിട്ട, വയനാട്. ഇടുക്കിയും പത്തനംതിട്ടയും നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പഠനാർത്ഥം റെഡ് സോണിലാണ്. അതായത് 50 വർഷങ്ങൾക്ക് മുന്നേയും ഭൂമിക്ക് പലതും സംഭവിച്ചിട്ടുണ്ട്, ശേഷവും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ വയനാടിനെ സംബന്ധിച്ച് ദൈവം അനുഗ്രഹിച്ച് നൽകിയ ഭൂമിയാണ്. 20% റെഡ് സോണും 80% ഗ്രീൻ സോണുമുള്ള പ്രദേശമാണ് വയനാട്. അതുപോലെ തന്നെ IWST പറയുന്നത് 700 മുതൽ 1100 മീറ്റർ സമുദ്രനിരപ്പിൽ നിന്നും ഉയരമുള്ള പ്രദേശമായിരിക്കണം. അതെന്താണെങ്കിലും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് സോയിൽ ആയിരിക്കണം, കറുത്ത മണ്ണായിരിക്കണം. അതെന്തായാലും ദൈവം അനുഗ്രഹിച്ച് ഈ വയനാടിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ടാവണം, നല്ല ചൂടുണ്ടാവണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും നല്ല മണ്ണ് എന്നുള്ളത് വയനാടാണെന്ന് കണ്ടെത്തി. അങ്ങനെ വയനാടിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുകയും ഈ പദ്ധതി ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു 2 ഏക്കറിൽ 40 പ്ലോട്ട് വെച്ച് അങ്ങനെ 700 പ്രൊജക്റ്റ്, 1400 ഏക്കർ സ്ഥലം. അതിൻ്റെ പലയിടത്തുമായിട്ട് പ്ലാന്റേഷൻ നടക്കുന്നു. നമ്മൾ വിസിറ്റിംഗ് വരുമ്പോൾ ഇവിടെ കാണിച്ചാണ് പോവുക. എല്ലായിടത്തും എത്തപ്പെടാനുള്ള ഒരു സമയമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും, ഒരു വർഷവും 5 മാസവുമായി തൈയെല്ലാം 17 മുതൽ 21 സെൻറ്റിമീറ്റർ വരെ ചുറ്റളവിൽ വണ്ണത്തിലെത്തിയിട്ടുണ്ട്. ഒരു മരത്തിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്നുള്ളത് IWST പറയുന്നത് 50 സെൻറ്റിമീറ്റർ വണ്ണമാകുമ്പോൾ ഒരു മരം 180 മുതൽ 200 കിലോ തൂക്കത്തിലേക്ക് എത്തും. അതിൽ ഇല ഒഴിച്ചിട്ട് 20 കിലോ പക്കാ കാതലും ബാക്കി വരുന്ന ഭാഗം അതിൻ്റെ വേര്, അറക്കപ്പൊടി, ചില്ലകൾ പോലെയുള്ള 16ഓളം പാർട്ടുകളാണ് ബാക്കിയുള്ള ഒരു മരത്തിൻ്റെ ഭാഗങ്ങൾ. അത് രണ്ടും 2 ടൈപ്പ് വിലയാണുള്ളത്. അത് കാതലിന് വില ഇന്ന് ഇപ്പോൾ 20 മുതൽ 23,000 രൂപ വരെ ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. ബാക്കി വരുന്ന പാർട്ടുകൾക്ക് 2,000 രൂപയുണ്ട്. 15 വർഷങ്ങൾക്ക് മുന്നേ നമ്മളോ നമ്മുടെ രക്ഷിതാക്കളോ ഈ ഒരു പദ്ധതി ഇട്ടിരുന്നെങ്കിൽ ഇന്ന് 20 ചന്ദനമരം ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 1.25 കോടി രൂപയോളം, അറൗണ്ട് 2 കോടി രൂപയോളം നമുക്ക് ഏൺ ചെയ്യാവുന്ന ഒരു വലിയ കൃഷി രീതിയാണിത്. ഇനി കാണുന്ന 15 വർഷങ്ങൾക്ക് ശേഷം
IWSTയും സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത് 1.25 ലക്ഷം രൂപ 1 കിലോ കാതലിനെത്തുമെന്നാണ്. കാരണം ലോകത്ത് ഇന്ന് ഏറ്റവും വലിയ സാധ്യതയുള്ള ഒരു വലിയ പ്രൊജക്റ്റായി ഇത് മാറിക്കഴിഞ്ഞു. നിങ്ങൾക്ക് തന്നെ അറിയാം, വലിയ വലിയ അമ്പലങ്ങൾ, അതുപോലെ മൈസൂർ സാൻഡൽ സോപ്പ്, സ്പാ, അരോമ തെറാപ്പി, വിദേശികളുടെ ട്രീറ്റ്മെൻറ്റിനൊക്കെ, ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വരെ സാൻഡൽ ഓയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സാധ്യതയും വിലയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ സാധ്യതയെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ലോകത്ത് ഇന്ന് ഒരു കമ്പനിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഈ പ്രൊജക്റ്റിൻ്റെ ജസ്പെയ്ഡ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഒട്ടേറെ പദ്ധതികൾ വന്നിട്ടുണ്ടാകാം, കാരണം ആടുതേക്ക് പോലെയുള്ള തട്ടിപ്പുകൾ വന്നിട്ടുണ്ട്, സ്കാം ഒത്തിരി വന്നിട്ടുണ്ടാകും. പക്ഷേ ഇത് സ്കാം എന്നുള്ളതല്ല, ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ക്യാപിറ്റൽ പ്രിസർവേഷനോട് കൂടി, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഭൂമിയിലാണ്, ആ ഭൂമി തന്നെ നമുക്ക് അതിൻ്റെ ഡോക്യുമെൻ്റ് തരുന്നുണ്ട്. കാരണം ഒന്ന് ആധാരം തരുന്നുണ്ട്, ടാക്സ് അടച്ച പേപ്പർ തരുന്നുണ്ട്, രണ്ടാമത് 10 മുതൽ 15 വർഷം ഈ കൃഷിയെ പരിപാലിച്ച് സംരക്ഷിച്ച് അതിൻ്റെ 50 സെൻറ്റിമീറ്റർ വണ്ണമായി മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ ബയറായിട്ടുള്ളത് ഗവൺമെൻറ്റാണ്. ബയറായിട്ടുള്ള ഗവൺമെൻറ്റിന് വിറ്റ് ആ പൈസ പ്ലോട്ട് ഓണറുടെ അക്കൗണ്ടിൽ വന്നു കഴിയുമ്പോൾ 5% കമ്മീഷൻ അന്ന് ഈ കമ്പനിക്ക് കൊടുത്താൽ മതി എന്നുള്ള, അങ്ങനെ 1, 2, 3 അഗ്രിമെൻറ്റോട് കൂടിയിട്ടാണ് കൃത്യമായിട്ട് ഡോക്യുമെൻറ്റോട് കൂടി ഈ പ്രൊജക്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇതിൻ്റെ വളർച്ച എന്നുള്ളത് IWSTയുമായി ചേർന്നിട്ട് ജൈവ കൃഷി രീതിയാണ്, ഇടവിള കൃഷി കൊടുത്തുകൊണ്ടാണ്. ഇതൊരു സെമി പാരസെറ്റ് ഒരു സസ്യമാണ്. ഇതിനൊറ്റയ്ക്കും ഒന്ന് വലിച്ച് ജീവിക്കാൻ കഴിയില്ല. ഒരു അർത്ഥപരാഗ സസ്യമായതുകൊണ്ട് ആദ്യം തന്നെ തൈ വെക്കുമ്പോൾ പൊന്നാങ്കണ്ണി ചീര, സെക്കൻഡ് കൊടുക്കുന്നത് നമ്മുടെ തുമരപ്പയർ, പിന്നീട് വരുന്നത് അനാറ് പോലെയുള്ള മരങ്ങൾ, കണിക്കൊന്ന പോലെയുള്ള മരങ്ങൾ പ്ലാന്റ് ചെയ്തിട്ടാണ് ഇതിനെ വളർത്തിയെടുക്കുക. അതുകൊണ്ട് തന്നെ കൃത്യമായ പ്രൊട്ടക്ഷനോടുകൂടി ഓരോ 2 ഏക്കറിൽ 40 പ്ലോട്ട് വെച്ചുള്ള സ്ഥലങ്ങൾക്ക് 20 അടി ഹൈറ്റിൽ ഫെൻസിംഗ് ഉണ്ട്, 24x7 CCTV ഉണ്ട്, സാറ്റലൈറ്റ് സർവൈലൻസ് ഉണ്ട്, ഡോഗ് സെക്യൂരിറ്റി ഉണ്ട്, ഒപ്പം തന്നെ എക്സ് മിലിറ്ററി സെക്യൂരിറ്റിയും കൊടുത്തുകൊണ്ടാണ് ഇതിനെ വളർത്തുന്നത്. അതുപോലെ തന്നെ 5 വർഷമാകുമ്പോൾ ഓരോ മരത്തിനും ഓയിൽ കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് ഓരോ മരത്തിലും ഹിറ്റാച്ചി ഇന്ത്യ ലിമിറ്റഡുമായി ചേർന്നുകൊണ്ട് ഒരു ചിപ്പ് ഘടിപ്പിക്കും. അതിൻ്റെ മൊബൈൽ ആപ്പ് നമ്മുടെ മൊബൈലുകളിലും നമുക്ക് തരും. ഒരു ശക്തമായിട്ടൊരു പക്ഷി പോലും വന്നിടിച്ചാൽ വരെ നമുക്കറിയാൻ പാകത്തിനുള്ള 10ഓളം ആളുകളിൽ, പോലീസ് സ്റ്റേഷൻ, ഫോറസ്റ്റ് സ്റ്റേഷൻ, പ്ലോട്ട് ഓണർ, മാനേജ്മെൻറ്റ്, ലീഡേഴ്സ്, അതിൻ്റെ ഓഫീസേഴ്സിന് ഉൾപ്പെടെ 10ഓളം ആളുകൾക്ക് അതിൻ്റെ എല്ലാ ഫെസിലിറ്റിയും തന്നുകൊണ്ടാണ് ഈ പ്രൊജക്റ്റ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും, നേരിട്ട് അറിഞ്ഞിട്ടുണ്ടാവും. ഒരു വലിയ, അതായത് ഒരു മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ LIC കൂടുന്നത് പോലെ തന്നെ ഒരു മ്യൂച്വൽ ഫണ്ടിൽ 15 ലക്ഷം, ഇപ്പോൾ ഇവിടെ 5 സെൻറ്റും 20 ചന്ദനം വരും 15 ലക്ഷം രൂപയാണ്. 15 ലക്ഷം രൂപ ഒരു മ്യൂച്വൽ ഫണ്ടിലോ LICയിലോ ഇട്ട് കഴിഞ്ഞാൽ എത്രമാത്രം വരുമെന്ന് നമുക്ക് എല്ലാവർക്കും, എന്നേക്കായി കൂടുതൽ സർവീസുകൾ നിങ്ങൾക്കറിയാം. 15 ലക്ഷം രൂപ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടാൽ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ഒരു 76-80 ലക്ഷം രൂപ വരും. പക്ഷേ 5 സെൻറ്റ് സ്ഥലം വാങ്ങിയാൽ 10 മുതൽ 15 വർഷത്തിനുള്ളിൽ 15 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു ടെൻഷനുമില്ലാതെ ഫുൾ അതോറിറ്റി, ഫുൾ എല്ലാ സംവിധാനവും കമ്പനി തന്നെ നോക്കിക്കൊണ്ട് ഏകദേശം അന്നത്തെ വിലയനുസരിച്ച് 5 കോടി രൂപ റിട്ടേൺ കിട്ടുന്ന ഒരു വലിയ പദ്ധതിയാണ് ജസ്പെയ്ഡ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളിത് കണ്ടറിഞ്ഞ്, നമ്മൾ നിക്ഷേപിക്കുമ്പോൾ ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ എന്ന് പറയാം. കണ്ടുകൊണ്ട് നിക്ഷേപിക്കാം, അല്ലെങ്കിൽ കാണാതെ നിക്ഷേപിക്കാം. ട്രേഡ് മാർക്കറ്റ് പോലെയുള്ള സ്ഥലങ്ങൾ കാണാതെ ഒരു ശൂന്യതയിൽ നിക്ഷേപിക്കുകയാണ്. ചിലപ്പോൾ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. പക്ഷേ ഭൂമി എന്നുള്ളത് എപ്പോഴും, ഭൂമിക്ക് നമ്മൾ നിക്ഷേപിക്കുമ്പോൾ ഭൂമി തന്നെ അതിൻ്റെ ഡോക്യുമെൻ്റ് നമുക്ക് തിരികെ നൽകുന്നുണ്ട്. കാരണം അതിൻ്റെ ആധാരമുണ്ട്, ടാക്സ് അടച്ച പേപ്പറുണ്ട്. ഒരു കാരണവശാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ഒരിടത്തും പോകുന്നില്ല. നമ്മൾ ഇപ്പോൾ ഒരാൾ വന്നിട്ട് 10,000 രൂപ ഇടുക, നാളെ മുതൽ 1000 രൂപ തരാമെന്ന് പറഞ്ഞാൽ നാളെ ഡെയിലി കിട്ടുന്ന 1000 രൂപയെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളിടുന്ന 10,000 രൂപ അവിടെ സെക്യൂരിറ്റിയോടുകൂടി ഓക്കെ ആണോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നിക്ഷേപിക്കുന്ന പണം കൃത്യമായ ഡോക്യുമെൻറ്റോടുകൂടി ഇവിടെ ഉണ്ടെങ്കിൽ നാളെ കിട്ടുമോ കിട്ടില്ല, അത് പോകട്ടെ, നമ്മൾ ഇടുന്ന പണത്തിൻ്റെ മൂല്യം. രണ്ടാമതുള്ളത് ഭൂമിയാണ്. ഇന്നിടുന്ന പണത്തിൻ്റെ മൂല്യമായിരിക്കില്ല 15 വർഷങ്ങൾക്ക് ശേഷം. 15 ലക്ഷം രൂപ ഇവിടെ മുടക്കിയാൽ അന്ന് ചിലപ്പോൾ കോടികൾ വിലയുള്ള ഭൂമിയായി മാറും. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ജനസംഖ്യ വർദ്ധിക്കുന്നു, ഭൂമി കിട്ടാതെ വരുന്നു, ഭൂമി കുറഞ്ഞു പോകുന്നു. അപ്പോൾ ഇപ്പോൾ ശരിക്കും 5 സെൻറ്റ് ഭൂമി വാങ്ങിയിടുക എന്നുള്ളത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്നേ വരെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും, ഇന്നേ വരെ വില കുറയാത്തൊരു വസ്തു എന്നുള്ളത് ഭൂമിയാണ്. ലോകത്തെ എല്ലാ കോടീശ്വരന്മാരും റിയൽ എസ്റ്റേറ്റിലൂടെയാണ് കോടികൾ സമ്പാദിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മഹത്തരമായിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു വ്യത്യസ്തമായ ആശയത്തെയാണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാം കൂടുതൽ പഠിച്ചുകൊണ്ട്, എന്നിൽ നിന്ന് കിട്ടിയ അറിവിൽ കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അതിൻ്റെ മീറ്റിംഗ് ഇപ്പോൾ MDയുടെ ലൈവ് അവിടെയുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള സംശയങ്ങളെല്ലാം MDയുമായി ചോദിച്ച് സംശയങ്ങൾ തീർത്തുകൊണ്ട് കഴിയുന്നത്ര വേഗം നിക്ഷേപിച്ചാൽ നമ്മുടെ ജീവിതം വളരെ സുരക്ഷിതമാണ്. ഒരു ജീവിത അവസാനം വരെ ഒരു ലൈഫ് ലോങ് വരുമാനം നമുക്ക് ലഭ്യമാകും. അപ്പോൾ ഇത്രമാത്രമാണ് ഈ പ്രൊജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും ചെറിയ സംശയങ്ങളോട് ചോദിച്ചാൽ പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത KOCയിലേക്ക് പോയി അതും കൂടി ഒന്ന് വിസിറ്റ് ചെയ്ത് വിലയിരുത്താവുന്നതാണ്.